ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ തോരൻ ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് ഇതിനായി ബ്രസ്റ്റ് പീസ് അല്ലെങ്കിൽ ഫുൾ ചിക്കനിൽ നിന്ന് ബോൺ ഇല്ലാത്ത സ്മോൾ പീസ് എടുത്താലും മതി. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ചിക്കൻ പീസും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അടപ്പ് തുറന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിലെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തീരുമ്പോൾ ഇതിലേക്ക് 5-6 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി ചോപ്പ് ചെയ്തതും 2-3 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 സവാള ചെറുതായി ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. സവാള വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ബൗളിൽ 3-4 ചിക്കൻ പീസ് ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കൂടുതൽ ചിക്കൻ പീസ് ഇട്ടാൽ അരഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചിക്കൻ അരഞ്ഞു പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സവാള ഇതുപോലെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയതിനു ശേഷം പൊടികളും സവാളയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് ഒരു വെറൈറ്റി തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. തുടർന്നും ഇതുപോലുള്ള ഡിഫറെൻറ്റ് റെസിപ്പീസ് കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ വിട്ടുപോകല്ലേ.